പോയി? എന്താണ് വലിയ ആലോചന? എനിക്കിപ്പോൾ ആലോചിക്കാനായിട്ട് ഇന്ത്യ വിക്ഷേപിച്ച റോക്കറ്റിൽ ഇന്ധനം എപ്പോൾ തീരുമെന്നോ, അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധം എന്ന് തീരുമെന്നോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നാളെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം ഇരിപ്പില്ലേ? പരിപ്പോ? അപ്പം. ഇന്നലെ അപ്പം, ഇന്നത് വട്ടയപ്പം, നാളെ അത് പിന്നെ എങ്ങനെ അപ്പം ആക്കി കൊടുത്തിരുന്നു. അവൻ എൻ്റെ അപ്പൂപ്പനെ വരെ വിളിക്കുക ചെറുക്കൻ. എന്നെ ജസ്റ്റ് കൊച്ചിന് ഇടിയപ്പം ഉണ്ടാക്കിയാലോ? ഇടിയപ്പം മുട്ടക്കറി. അല്ല, ഉപ്പും ഉണ്ടാക്കിയാലോ? താഴെ വിളിച്ചെന്ന് പറയാമോ? എന്ന് പഴം. അവൻ പഴം കഴിക്കത്തില്ലല്ലോ. അല്ല, അവന് ഷുഗർ കൊടുത്തുവിടാം. ജസ്റ്റ് ആ പഴം കൊട്ടി കഴിച്ചോളൂ. ഞാൻ വുമൻസിൽ ഉപ്പ് ഉണ്ടാക്കി തരട്ടെ? നല്ല വെജീസൊക്കെ ഇട്ടിട്ട് കഴിക്കുമോ? കഴിക്കുമോന്ന്? എനിക്ക് ഓട്സ് മതി. ഇങ്ങനെ കുറെ ജന്മങ്ങൾ ഒരു ഭാഗം മനുഷ്യൻ തിന്നുന്നൊന്നും തിന്നുകയില്ല. കുറെ ഇഡലിയും ദോശ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്താൽ മതി. കഴിഞ്ഞ ജന്മത്തിൽ ജസ്റ്റിക്ക് ദോശയിൽ ആരെങ്കിലും കൈവശം വെച്ച് തന്നിട്ടുണ്ടായിരുന്നു? നിങ്ങളൊക്കെ അവിടെ മറ്റേ ദോശ കഴിക്കുന്നതിന്റെ പശുക്കളാണോ? ഞങ്ങളൊന്നും അവിടെ ആർക്കും ദോശയ്ക്ക് ഭ്രാന്തൊന്നും ഇല്ലേ? ഞങ്ങളൊക്കെ എല്ലാ വർഷത്തിൽ മിക്ക ദിവസവും നമ്മുടെ വീട്ടിൽ അല്ലാത്ത ഈ അപ്പമൊക്കെ ഉണ്ടാക്കുന്നത് എപ്പോഴാണെന്നറിയോ? ഈ ഈസ്റ്ററിനും ക്രിസ്മസിനും ഒക്കെ. അല്ലാത്തപ്പോൾ മിക്കപ്പോഴും പച്ചക്കപ്പ, ഉണക്കക്കപ്പ. ഇതിൻ്റെ രണ്ടിൻ്റെ സീസൺ തീർന്നു കഴിയുമ്പോഴത്തേനും ചക്ക. അതൊക്കെ അതറിയാനുണ്ട്, കാണുമ്പോ അറിയാം. മെലിഞ്ഞ ഒരു മുത്ത് ഞാൻ കാണിച്ചു തരാം. മെലിഞ്ഞ മുത്തിനെ. അങ്ങ് മെലിഞ്ഞ് കേട്ടോ, വല്ലാണ്ട് കേട്ടോ, മെലിഞ്ഞിട്ടാണ്ട് മസിലൊക്കെ പൊങ്ങി ഇരിക്കുന്നു. ശോഷിച്ചു കേട്ടോ. കല്യാണം കഴിഞ്ഞ പിന്നെ ജസ്റ്റ് 90 കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒന്നും വേണ്ട, 100 താഴോട്ട്. എന്നിട്ട് എന്നെ കളിയാക്കുന്നത്. ആദ്യം സ്വന്തം കണ്ണിലെ കുരു എടുത്ത് കളാ കേട്ടല്ലോ. ഇപ്പൊ ഇങ്ങനെ പോവാണെങ്കിൽ അടുത്ത ആഴ്ച നമ്മൾ പുറത്തു പോയിട്ട് വരുമ്പോഴത്തേക്ക് 100 ആവും.